ജാബിർ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഒരു സംഭവത്തിൽ കാണാം, ഖറജ്ന ഫി സഫരിൻ, ഞങ്ങളൊരു യാത്ര പോയി. അസ്വാബ റജുലുൻ മിന്ന ഹജറുൻ ഫശജ്ജഹു ഫി റഅ്സിഹി, ഒരാളുടെ തലയിലൊരു കല്ല് തട്ടി ഒരു മുറിവുണ്ടായി. എന്നാൽ അന്ന് തന്നെ അദ്ദേഹത്തിന് വലിയ അശുദ്ധി ഉണ്ടായി, അദ്ദേഹത്തിന് സ്ഖലനം സംഭവിച്ചു. ഫസഅല അസ്ഹാബഹു, അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകളോടൊക്കെ അദ്ദേഹം ചോദിച്ചു, ഹൽ തജിദൂനലി റുഖ്സത്തൻ മിന ഫി തയമ്മും, എനിക്ക് ഈ തലയിൽ മുറിവുള്ളതുകൊണ്ട് തയമ്മും ചെയ്യാൻ പറ്റുമോ, ഇതിന് ശുദ്ധമാകാൻ ഞാൻ കുളിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, മാ നജിദു ലക റുഖ്സത്തൻ വ അൻത തഖ്ദിറു അലൽ മാ, നിനക്ക് വെള്ളമൊക്കെ ലഭ്യമായിരിക്കെ പിന്നെ നിനക്കൊരിക്കലും ഇങ്ങനെ ചെയ്യാൻ പറ്റൂല, തയമ്മും ചെയ്യാൻ പറ്റൂല, നീ വെള്ളം ഉള്ളതുകൊണ്ട് നീ എന്ത് ചെയ്യണം, കുളിക്കണം. ഫഖ്തസല ഫമാത, അയാൾ എന്ത് ചെയ്തു, കുളിച്ചു. ആ മുറി വർദ്ധിച്ചു, അയാൾ മരണപ്പെട്ടു പോയി. ഫലമ്മ ഖദിംന അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബിൻ്റെ അടുത്ത് വന്നപ്പോൾ ഉഖ്ബിറ ബിദാലിക്, ഇങ്ങനെയൊക്കെ ഉണ്ടായി നബിയെന്ന് പ്രവാചകനോട് അവിടെ ആളുകൾ പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ കൊടുത്ത ഉത്തരം, ഖതലൂഹു ഖതലഹുമുല്ലാഹ്, നിങ്ങളവനെ കൊന്നു, അള്ളാഹു നിങ്ങളെ ശപിക്കട്ടെ, നിങ്ങൾ നശിപ്പിക്കട്ടെ. അലാ സഅലു ഇദാ ലം യഅലമു, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ചോദിച്ചാൽ പോരെ. തീർച്ചയായും ഇന്നമാ ശിഫാഉൽ അയ്യി അസ്സുആൽ, വിവരല്ലായ്മയുടെ പരിഹാരം ചോദിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇന്നമാ കാൻ യക്ഫീഹി അൻ യതയമ്മം, അയാൾക്ക് തയമ്മം ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ചെയ്യുന്ന രൂപവും കാണിച്ചു കൊടുത്തു എന്നാണ്. അപ്പോൾ ഈ സംഭവം നമുക്ക് നൽകുന്ന ഒരു പാഠം എന്താണ്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് പോലും ജീവിച്ച വ്യക്തികൾക്ക് നൈമിഷിക നിമിഷങ്ങളിൽ അവരുടെ ദീന്, അവരുടെ തോന്നലുകളും അവർക്ക് എവിടെ നിന്നൊക്കെയോ കൈമാറി കിട്ടിയ കാര്യങ്ങളും അവരെ ബുദ്ധി കൊണ്ടവർ ചിന്തിച്ച കാര്യങ്ങളും അവർ പൊടുന്നനെ എടുക്കുന്ന തീരുമാനങ്ങളും ഒക്കെ ആയി മാറിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്, വഹി നിലനിൽക്കുന്ന കാലത്ത് പോലും ഓരോരുത്തരും അവരവരുടെ ദീന് അവരവരുടെ ഒരു ഫ്രെയിമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സെറ്റ് ചെയ്തവരെ പ്രവാചകൻ ശകാരിച്ച രീതി പൊതുവെ കാരുണ്യത്തിൻ്റെ വലിയ നിദർശനമായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പക്ഷെ അവിടെ അയാളെ കൊന്നുകളയാണ് ചെയ്തത്. കൊല്ലണമെങ്കിൽ കത്തിയെടുത്ത് കുത്തലും വെടിവെക്കലും മാത്രമൊന്നുമല്ല, ഇങ്ങനെ ഫത്വ കൊടുത്താലും എന്ത് ചെയ്യും, അയാൾ മരിച്ചാലും ഇതൊക്കെ കൊല്ലലാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം അതിന് നമുക്കുള്ളൊരു ഫൈൻഡിങ് ആണ് ഞാൻ പറയുന്നത്. ഈ ഫൈൻഡിങ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെച്ചാലേ ഇനി ഞാൻ പറയുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. എന്താ, നമ്മുടെ ദീന് എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളിൽ നിന്നും തോന്നലുകളിൽ നിന്നും അവിടെ അങ്ങനെ കേട്ടിട്ടുണ്ട്, ഇവിടെ അങ്ങനെ കേട്ടിട്ടുണ്ട്, അതിന്നും എടുക്കേണ്ടതല്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്ന കാലത്ത് പോലും അത്തരം സംഭവങ്ങൾ ഉണ്ടാവുകയും തിരുത്തും ചെയ്തിട്ടുണ്ട്. ഒറ്റപ്പെട്ട സംഭവമല്ല. മഹാനായ അബൂ മുസ അശ്അരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം പള്ളിയിൽ കയറുമ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ വട്ടത്തിലിരുന്ന് ദിക്ർ ചൊല്ലുന്നുണ്ട്. സുബ്ഹാനല്ലാഹി അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹൊക്കെയാണ്. പള്ളിയിലാണ്, സുബഹിൻ്റെ മുമ്പാണ്, വട്ടത്തിലിരിക്കുകയാണ്, ഒരുപാട് കൂലി കിട്ടുന്ന കാര്യമാണ് എന്നൊക്കെ വിചാരിച്ച് അദ്ദേഹം അവിടെ പോയിരുന്നില്ല. സ്ഥിരമായിട്ട് പള്ളിയിൽ കാണാത്തൊരു പുതിയ പരിപാടി കണ്ടപ്പോൾ അദ്ദേഹത്തിന് ബേജാറായി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഏറ്റവും അടുത്ത് ജീവിച്ച ആളുകളിൽപ്പെട്ട ഒരാളാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് ഈ പോയിന്റ്. പ്രവാചകന്റെ വീട്ടിൽ ജീവിച്ച ആളാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, സേവകനും ഖാദിമും ഒക്കെ ആയിട്ട്. നേരെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വാതിൽ തുറന്ന് വന്നിട്ടില്ല. കുറച്ച് ആളുകൾ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തെ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പുറത്ത് വരുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. പുറത്ത് വന്ന ഉടനെ അദ്ദേഹം ചോദിച്ചു, ഞാൻ ഇങ്ങനെ കണ്ടു, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പള്ളിയിൽ ദിക്ർ ചൊല്ലണിനെ കുറിച്ച്, അതും സുബഹിൻ്റെ മുമ്പ് വന്ന് ദിക്ർ ചൊല്ലണിനെ കുറിച്ചാണ് കേട്ടോ ഈ പറയണത്. അദ്ദേഹം പറയാം, അഫല അമർത്തഹും അയഉദ്ദു സയ്യിആതിഹിം, നിനക്ക് അവരുടെ പാപങ്ങൾ എണ്ണാൻ പറഞ്ഞുകൂടായിരുന്നോ? വലമിൻത ലഹും അല്ലാ യളിഅ മിൻ ഹസനാതിഹിം ഷൈ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതുകൊണ്ട് യാതൊരു പുണ്യവും കിട്ടുകയില്ല എന്ന കാര്യം അവർക്ക് നിനക്ക് ഉറപ്പ് കൊടുത്തുകൂടായിരുന്നോ? അങ്ങനെ ഞങ്ങൾ പള്ളിയിലേക്ക് പോയി. ഹത്താ അതാ ഹൽഖതൻ മിൻ തിൽക്കൽ ഹിലഖി, ആ ഹൽഖകളുടെ അരികിൽ, ആ ദിക്ർ ചൊല്ലണ വട്ടങ്ങൾക്കരികിൽ ഞങ്ങൾ ചെന്നു. എന്നിട്ട് ചോദിച്ചു, മാ ഹാദല്ലദി അറാക്കും തസ്നഊൻ, ഞാൻ ഈ കാണുന്നത് എന്താണ്, നിങ്ങൾ ഈ കാണിക്കുന്നത് എന്താണെന്ന് അദ്ദേഹം ചോദിച്ചു. യാ അബാ അബ്ദുറഹ്മാൻ ഹസൻ നഉദ്ദു ബിഹി തക്ബീർ വത്തഹ്ലീൽ വത്തസ്ബീഹ്, സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ നിങ്ങൾ ഇങ്ങനെ കല്ലിൽ എണ്ണം പിടിച്ച് ചൊല്ലാണ്. അപ്പോൾ അദ്ദേഹം കൊടുത്ത ഉത്തരം, ഫഉദ്ദു സയ്യിആതികും ഫഅന ളാമിനുൻ മിൻ അല്ലാ യളിഅ മിൻ ഹസനാതികും ഷൈ, എന്താ, നിങ്ങൾ നിങ്ങളുടെ തിന്മകൾ എണ്ണിക്കോ എന്ന് അദ്ദേഹം പറയാണ്. എന്നിട്ട് അദ്ദേഹം പറയാം, വൈഹക്കും യാ ഉമ്മത മുഹമ്മദിൻ മാ അസ്റാ ഹലകതികും ഹൗലാഇ സ്വഹാബത്തി നബിയിക്കും മുതവാഫിറൂൻ, നിങ്ങൾ എത്ര പെട്ടെന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ജനതയെ നിങ്ങൾ എത്ര പെട്ടെന്നാണ് നശിച്ചത്. പ്രവാചകന്റെ സ്വഹാബത്ത് ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. വഹാദിഹി സിയാബഹു ലം തബൽ, പ്രവാചകന്റെ വസ്ത്രങ്ങൾ നുരുമ്പിപ്പോയിട്ടില്ല. വആനിയതുഹു ലം തുക്സർ, പ്രവാചകൻ ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ പോലും പൊട്ടിപ്പോയിട്ടില്ല. വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് അവരുടെ കയ്യിലാണോ. ഇന്നക്കും ലഅലാ മില്ലത്തിൻ ഹി അഖ്ദാമിൻ മില്ലത്തി മുഹമ്മദിൻ,
നിങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാളും നല്ല ഉത്തമമായൊരു വഴിയിലാണോ നിങ്ങളുള്ളത്? അഫമുഫ്തിഹു ബാബ ളലാലത്തിൻ, നിങ്ങൾ എന്തിനാണ് ഈ വഴികേടിന്റെ വാതിലുകൾ തുറക്കുന്നത്? വല്ലാഹി യാ അബാ അബ്ദുറഹ്മാൻ, അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ് അബു അബ്ദുറഹ്മാൻ, മാ അറദ്ന ഇല്ലൽ ഖൈർ, ഞങ്ങൾ ഖൈർ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇതൊക്കെ ഞങ്ങൾ ഈ സുബൈക്ക് വട്ടം കൂടിയതും ദിക്ർ ചൊല്ലിയതൊക്കെ ഖൈർ മാത്രം ഉദ്ദേശിച്ചാണ്. അതിന് അദ്ദേഹം കൊടുത്ത ഉത്തരം എന്താ അറിയോ? വകം മിൻ മുരീദിൻ ലിൽ ഖൈരി ലം യുസീബഹു, എത്ര ആളുകൾ ഖൈർ വിചാരിച്ചിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എത്ര കിട്ടാത്തുണ്ട് എന്നാണ്. അപ്പം നമ്മളെ അസ്ലെന്താ, നമ്മളിന്ന് പഠിക്കണ അസ്ലെന്താ? നമ്മൾ ജീവിതത്തിൽ ആചരിക്കുന്നതും നിർവഹിക്കുന്നതും ചെയ്യുന്നതും വിശ്വസിക്കുന്നതുമായ ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അള്ളാഹുവും റസൂലും പഠിപ്പിച്ച സിലബസിന്റെ പുറത്താണെങ്കിൽ അത് നമുക്ക് ദോഷാകുകയാണ് ചെയ്യാതാണ് പറയണിൻ്റെ അസ്ല്. നോക്കൂ നിങ്ങൾ, നമ്മളെ ചില തോന്നലുകൾ, നമ്മളെ അനുഭവങ്ങൾ, കേട്ടുകേൾവികൾ, ചിലപ്പോൾ ഫിഖിന്റെ ചില കിതാബൊക്കെ പണ്ട് പള്ളി ദർസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പണ്ട് മദ്രസ വരുന്നതിന് മുമ്പ് പള്ളി ദർസ് അപ്പം ഫത്തുൽ മുയിനിൽ ഇങ്ങനെ കണ്ടതെന്നൊക്കെ പറയും. ഞാനും ചൊപ്പി സംസാരിക്കുമ്പോൾ അപ്പോൾ ഇടക്ക് പറയും, അപ്പോൾ അത് എടുക്കുമല്ലോ കേട്ടോ, മാഷാ അല്ലാഹ്, തിരുത്തി കൊടുത്താൽ തിരുത്തും. ഇങ്ങനെ പറയുമ്പോൾ എന്ത് ഫത്തുൽ മുയിനിൽ ഇങ്ങനെ ഉണ്ട് കാര്യം, മനസ്സിലായില്ലേ? അതേപോലെ ഇപ്പോൾ പ്രവാചകന്റെ കുടുംബം, പ്രവാചകന്റെ 50 തലമുറ അവരെവിടെ? പ്രവാചകന്റെ 50 തലമുറ സ്വർഗത്തിലാണ്. എവിടെ കിട്ടി? അതാരോ പറഞ്ഞു പോകുന്നതാണ്, അറിയില്ല. അറിയാത്ത പ്രസ്താവനകൾ നടത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. അറിയാത്ത പ്രസ്താവനകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മളെ നിലപാടുകളും വിശ്വാസങ്ങളുമായി സ്വീകരിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ വെരിഫൈ ചെയ്യണം. ഇങ്ങനെ തന്നെയാണോ പോണ്ടത്? ഇതന്നെയാണോ ശരി? കാരണം അടിസ്ഥാനങ്ങളിൽ നോക്കി, വേദപ്രമാണങ്ങളിൽ നോക്കി നമ്മളിതൊന്നും എടുക്കണില്ല. നമ്മൾ ഭൂമി വാങ്ങുകയാണെങ്കിൽ നേരെ നോക്കിയിട്ട് തന്നെ വാങ്ങുള്ളൂ. ഇതിൽ വല്ല ഗ്രീൻഫീൽഡ് ഹൈവേയും വരാണ്ടോ, ഇതിൽ വല്ല മഞ്ഞക്കുറ്റിയോടെ അടിക്കാണ്ടോ, അതല്ലെങ്കിൽ ഇത് വല്ല പുറമ്പോക്കാണോ, ഇത് നിലാണോ, ഇത് ഏതാണ് എന്നൊക്കെ നമ്മൾ നേരെ നോക്കിയിട്ട് തന്നെ വാങ്ങുള്ളൂ. 1 കിലോ മത്തി വാങ്ങുമ്പോൾ വരാൻ ശ്രദ്ധ ഉണ്ടാവും. പക്ഷെ ദീന് പൊതുവെ ഇങ്ങനെ കേട്ടുകേൾവിന്ന് എടുത്തു പോണ പരിപാടി ഉണ്ടാകുക. ഞാൻ 15 പോയിന്റുകൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. നോക്ക് നിങ്ങൾ, കുറച്ചും കൂടി ഇന്റലക്ച്വൽ ചർച്ചകളിൽ അതുകൂടി പറഞ്ഞു പോകണം. ഉളഹിയത്ത് നമ്മൾ അറുത്തിട്ട് കൊടുക്കണം. എന്തിനാണ്? ആ പൈസ നമുക്ക് ഫലസ്തീനിക്ക് അയച്ചൂടെ? ഒരു ചങ്ങായിൻ്റെ പ്രസംഗമാണ്, എല്ലാ ആഴ്ചയും ഓൻ്റെ അങ്ങനത്തെ കുറച്ച് പ്രസംഗം വരും. അതിൻ്റെ താഴെ പോയിട്ട് ആളുകൾ ഇങ്ങനെ ഭയങ്കര കമൻ്റ് അടിക്കും. ഇതെന്താ അള്ളാഹുവിന് അറിയാത്തതാ? ഫലസ്തീൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്ന്, അവിടെ അധിനിവേശം ഉണ്ടാകുമെന്ന് പടച്ചോൻ അറിയാത്തതാ? ആ പടച്ചോൻ പറഞ്ഞതാണ് ഉളഹിയത്ത്. എന്നിട്ട് ഉളഹിയത്തിന് അത് സമർപ്പണമാണെന്ന് അവൻ്റെ വ്യാഖ്യാനം. പിന്നെ മലക്ക് നിറഞ്ഞൊന്നില്ല, മലക്ക് നിറ റഹ്മത്താണത്. അപ്പം എന്താണ്? ഇവിടുത്തെ ഒരു സങ്കര സമൂഹത്തിൽ കാര്യങ്ങൾ പറഞ്ഞു നിൽക്കാൻ എളുപ്പമാണ്. വേറൊരാൾ ചോദിച്ചു എന്ന് പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചധികം കല്യാണങ്ങൾ കഴിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇസ്ലാമിക പ്രബോധനം എളുപ്പമാകുമായിരുന്നു. അയാൾക്ക് ഉത്തരം അറിയില്ലെങ്കിൽ അയാൾ ഉണ്ടാതിരുന്ന പോരെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ വിവാഹത്തെയും വിശദമായി വിശകലനം നടത്തുമ്പോൾ നമുക്ക് റസൂലുള്ളാഹിനോടുള്ള ഇഷ്ടവും ബഹുമാനം കൂടുകയാണ് ചെയ്യുക. അങ്ങനെ വിലയിരുത്തി എത്ര ആളുണ്ട്? വെറുതെ വിചാരിച്ചൊക്കെയാണ്, പരിശോധിക്കണില്ല. ഒറ്റ പോയിന്റ് പറയാം, പ്രവാചകന്റെ ജീവിതത്തിൽ ആകെ കന്യകയായി വന്നത് ആയിഷ ബീവി മാത്രം. ബാക്കി എല്ലാവരും പ്രവാചകനേക്കാളും ഏജ് ഓവറായ ആൾക്കാരാണ്. മിക്കവാറും 3ഉം 4ഉം ഭർത്താക്കന്മാരുടെ കൂടെ ജീവിച്ച ആൾക്കാരാണ്. പ്രവാചകൻ ഒരു ലൈംഗികദാഹിയാണെങ്കിൽ പ്രവാചകൻ ആരെയും കിട്ടൂലായിരുന്നു. അവർ ഓഫർ ചെയ്തില്ലേ, ഈ പരിപാടി നിർത്തി കഴിഞ്ഞാൽ നിനക്ക് പെണ്ണോ അധികാരോ എന്തും വേണമെങ്കിൽ തരാമെന്ന് ഓഫർ ചെയ്തില്ലേ? അല്ലേ? അപ്പൊ സഹോദരന്മാരെ, ഞാൻ പറയണത്, നമ്മൾ ദീനിനെ കാണേണ്ടത് ഇവിടുത്തെ ലിബറൽ ലോകത്ത് നിന്ന് ഉണ്ടാക്കിയ കുറെ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ആത്മീയ ചൂഷണങ്ങളുടെ വലക്കണ്ണികൾ വിരിച്ചവരുടെ നിലപാടിന്റെ അടിസ്ഥാനത്തിലോ അല്ല. പടച്ച റബ്ബ് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്, ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾക്കിടയിൽ വല്ല വിഷയത്തിലും നിങ്ങൾക്ക് കൺഫ്യൂഷനോ തർക്കോ സംശയം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എങ്ങോട്ടാണ് മടക്കേണ്ടത്? ഖുറാനിലേക്കാണ് മടക്കേണ്ടത്, ഹദീസിലേക്കാണ് മടക്കേണ്ടത്. ഖുറാനിലേക്കും ഹദീസിലേക്കൊക്കെ മടക്കിയപ്പോൾ എല്ലാം ക്ലിയർ ആയി പോയിട്ടുണ്ട്. പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർക്കുണ്ടായ സംശയങ്ങൾ അവർ വന്ന് ചോദിച്ചതിന്റെ ഉദാഹരണമാണ് നമ്മൾ കണ്ടത്. സ്വഹാബത്തിലെ പണ്ഡിതന്മാരായ സ്വഹാബത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർ തർക്കങ്ങൾ പരിഹരിച്ച രീതിയാണ് നമ്മൾ കണ്ടത്. വഫാത്തായതിന്റെ ശേഷം ആദ്യത്തെ തർക്കം എന്താ? പ്രവാചകൻ എവിടെ മറവ് ചെയ്യണമെന്നാ. മക്കത്ത്, മദീനത്ത്, ബൈത്തുൽ മുഖദ്ദസിലൊക്കെ തർക്കം വന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, നഹ്നു മഅശറൽ അംബിയാ നുദ്ഫന ഹൈസു നുഖ്ബൽ, അമ്പിയാക്കളെ മറവ് ചെയ്യേണ്ടത് അവർ മരിച്ചോടത്താണ്. കട്ടിലങ്ങോട്ട് നീക്കി അവിടെ ലഹദെടുത്തു, പ്രവാചകനെ മറവ് ചെയ്തു. അടുത്ത തർക്കം എന്താ? അധികാരം ആർക്കാണെന്നാ. കുറച്ച് കട്ടിയുള്ള ചർച്ചയാണത് നമ്മുടെ നാട്ടിലെ ഇതിൽ പറയുകയാണെങ്കിൽ, അല്ലേ? ഒരു എന്താ പറയുക, ഒരു ശാഖന്റെ, ഒരു ലോക്കൽ കമ്മിറ്റിന്റെ, ഒരു ബ്രാഞ്ച് കമ്മിറ്റിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി ഒരു വാർഡ് മെമ്പർ തൊട്ട് ഒരു MLA വരെയുള്ളടത്തേക്ക് എത്താൻ എന്തൊക്കെ പരിപാടിയാണ് നാട്ടുകാർ ചെയ്യണത്, അല്ലെ? ഒരു സൊസൈറ്റിന്റെ സെക്രട്ടറി ആകാൻ എന്ത് പിടിയും വലിയ? ഇത് വികസിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു മഹാരാഷ്ട്രത്തിന്റെ ഭരണസാരത്തെയാണ് ഏറ്റെടുക്കുന്നത്. അൻസാറുകൾ യോഗം ചേർന്ന് ആളെ തീരുമാനിച്ചു. അങ്ങോട്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെന്നിട്ട് പറയുന്നത്, ഇമ്മത്ത് ഖുറൈശിൽ നിന്ന് വരണം എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുത്ത നേതാവ് സ്വയം പിരിഞ്ഞുപോയി. അതാണ്ട് ആയത്തോണ്ടും ഹദീസുകൊണ്ടും പ്രശ്നം തീരാണ്.
പ്രവാചകൻ മരിച്ചോ ഇല്ലേ എന്നുള്ള തർക്കം ഉണ്ടായിരുന്നു. ആദ്യത്തെ തർക്കത, ഏറ്റവും ആദ്യത്തെ തർക്കം. പ്രവാചകൻ വഫാത്തായിട്ടില്ല എന്ന് വാദിച്ചത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം വാളെടുത്തിട്ട് ഉയർത്തിയിട്ട് പറഞ്ഞു, വല്ലോനും ഇത് പ്രചരിപ്പിച്ച് നടന്ന മുത്ത് റസൂലുള്ളാഹി മരിച്ചിട്ടില്ല, തിരിച്ചു വരും, വരണമെന്ന് അവന്റെ കയ്യും കാലും ഞാൻ വെട്ടുമെന്ന് പറഞ്ഞു. ഞാൻ എക്സാജറേഷൻ പറയണല്ല, അല്ലേ? ഇന്ന റിജാലം മിനൽ മുനാഫിഖീന യസ്ഉമൂന അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് മാത്. പ്രവാചകൻ മരിച്ചു എന്ന് പറയുന്നവർ മുനാഫിഖുകളാണ്. വലഅഖതഅന്ന ഐദി റിജാലിൻ, ഞാൻ അവരുടെ കാല് വെട്ടും, കൈ വെട്ടും എന്ന് അദ്ദേഹം പറഞ്ഞ തന്നെയാണ്. കയ്യും കാലും ഞാൻ കൊത്തി നുറുക്കും പറഞ്ഞു അദ്ദേഹം. അപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ആയത്ത് ഓതിയത്, ഇന്നക മയ്യിത്തുൻ ഫഇന്നഹും മയ്യിത്തൂൻ. നബി അങ്ങ് വഫാത്താകും, സർവ്വ മനുഷ്യരും വഫാത്താകുന്നു. സൂറ ബദറിൽ ഇറങ്ങിയ ആയത്തും കൂടി ഓതുന്നു. അദ്ദേഹം പൊട്ടിക്കരഞ്ഞ് അദ്ദേഹത്തിന്റെ നിലപാട് തിരുത്തുന്നു. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ പ്രമാണങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകേണ്ട ആൾക്കാരാണ്. പ്രമാണങ്ങളിൽ നിന്നാണ് കാര്യങ്ങളെ എടുത്തു പോകേണ്ടത് കേട്ടോ. അപ്പൊ ഇതിൽ പൊതുവെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ വരുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പ്രമാണങ്ങളിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ഖുർആനെ മനസ്സിലാക്കുന്നതിൽ പിഴവ് സംഭവിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് ഒരു നാശമാണെന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാ ഇപ്പൊ കഷ്ടപ്പെട്ട് നിസ്കരിക്കണു? ഭയങ്കര ബുദ്ധിജീവിന്റെ തലച്ചോറ് എടുത്തുവെച്ചിട്ട് ഖുർആൻ വായിക്കണതിൻ്റെ ഇടയിൽ മൂപ്പര കണ്ണിൽ പെട്ടെന്ന് പെട്ടതാ എന്ത്? അല്ലെങ്കിൽ നിസ്കരിക്കാനൊരു മടിയും, എവിടുന്നൊക്കെയോ ഈ പിന്നെ നിസ്കാരം 3 വക്ത് വേണോ, 2 വക്ത് വേണോ, 5 വക്ത് വേണോ എന്നുള്ള ചർച്ചയൊക്കെ എവിടുന്നോ കേട്ടിട്ടുണ്ടാവും. ഈ അസുഖം കൊണ്ട് നടക്കുമ്പോഴേക്കാരും ഫവൈലുൽ ലിൽ മുസല്ലീൻ എന്ന് കാണുക. അപ്പോൾ അവിടുത്തെ അബദ്ധം എന്താ? അവിടുത്തെ അബദ്ധം അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധരാകുന്ന കുറച്ച് മനുഷ്യന്മാരുണ്ട്. അവരെ നിസ്കാരം അവർക്ക് ദോഷാണ് ആയത്തിലുള്ളത്. ഈ ഒരു ഫിത്ന ഉണ്ടാവും. ഇതേപോലെ തന്നെ അലി റളിയല്ലാഹുവിനെതിരിൽ വാളെടുക്കാൻ അവരെ പ്രേരിപ്പിച്ചത് എന്താ? ഖവാരിജുകളെ പ്രേരിപ്പിച്ചത്. ആ ഖവാരിജിന്റെ തുടർച്ചയാണ് ഇന്നത്തെ ISIS-ഉം ഹിസ്ബുൽ മുജാഹിദീനും ഒക്കെ അടക്കമുള്ള ടീം. അവരുടെ പരമ്പരയാണ് ഇന്നും നിലനിൽക്കുന്നത്. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ, എന്താ പിന്നെ വിധി കൽപ്പിക്കാനുള്ള അവകാശം അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മനുഷ്യന്മാർക്ക് യാതൊരു വിഷയത്തിലും നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കാൻ പറ്റൂല. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ചാ? മതപരമായ മസലകൾ ഉണ്ടാക്കാൻ, നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള റൈറ്റ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്നാണ്. ബാക്കി പല പല കാര്യങ്ങൾ പ്രവാചകൻ ചെയ്തിട്ടില്ലേ, സ്വഹാബത്ത് ചെയ്തിട്ടില്ലേ? അപ്പോൾ മിമ്പറിൽ നിന്ന് അദ്ദേഹം അലി റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറിയപ്പോൾ ആളുകളായത്തോതി ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ, വിധി കർത്തൃത്വം അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്നായത്തോതി. അപ്പൊ അദ്ദേഹം ഇതിന് കൊടുത്ത ഉത്തരം കലിമത്തു ഹഖ്ഖിൻ ഉരീദ ബിഹിൽ ബാത്തിൽ, നിങ്ങൾ പറഞ്ഞ ആയത്ത് ശരിയാ, പക്ഷെ ഞങ്ങൾ വെച്ച അർത്ഥത്തിൽ കുഴപ്പമുണ്ട്. അപ്പൊ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഖുർആൻ പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഖുർആൻ പഠിക്കാൻ വളരെ എളുപ്പമാണ്. അത് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ഖുർആനിലെ സൂറത്തു ഖമറിൽ 4 സ്ഥലത്ത്, 40-ാമത്തെ ആയത്ത്, 32-ാമത്തെ ആയത്ത്, 22-ാമത്തെ ആയത്ത്, 17-ാമത്തെ ആയത്ത് ഒറ്റ കാര്യം പടച്ചോൻ ആവർത്തിച്ച് പറഞ്ഞു, ഖുർആൻ പഠിക്കാൻ വളരെ എളുപ്പമാണ്. അത് അറിയണം, പഠിക്കണം എന്ന് വിചാരിച്ച ചില ആളുകൾക്ക് എളുപ്പമാണ്. ഒരാൾ തീരുമാനിക്കുകയാണ്, എനിക്ക് ഞാൻ ഓതുന്ന സൂറത്തുകളുടെ അർത്ഥം ശരിക്കും മനസ്സിലാകണം എന്ന് വിചാരിച്ചാൽ അയാൾക്ക് എഴുത്തറിയില്ല, വായന അറിയില്ല, ഒന്നും അറിയില്ല. ഒട്ടിക്കൊള്ളിങ്ങൾ ഖുർആൻ പഠിക്കാൻ ചെന്ന അയാൾക്ക് പഠി, അത് പഠിച്ചോൻ്റെ ഓഫറാ. ഉള്ളിൽ അങ്ങനത്തെ ആഗ്രഹം വേണം. ഈ പട്ടാമ്പിയിൽ ഉള്ളൊരു മനുഷ്യനെ പീസ് റേഡിയോയിൽ ഇന്റർവ്യൂ ചെയ്തിരുന്നു നമ്മൾ. അദ്ദേഹത്തിന് ഏകദേശം 60 വയസ്സ് കഴിഞ്ഞതിൻ്റെ ശേഷം അദ്ദേഹം ഖുർആൻ ഫുള്ള് ഹിഫ്ലാക്കി. 10-15 കൊല്ലം കൊണ്ടാണ് അദ്ദേഹം ഹിഫ്ള് പൂർത്തിയാക്കിയത്. 6-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്കും 62 വയസ്സായ മനുഷ്യനും ഒരേ വേദിയിൽ ഖുർആൻ ഹിഫ്ലാക്കിയതിനുള്ള അവാർഡ് കൊടുത്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ അത് അസാധ്യമായ കാര്യമൊന്നുമല്ല. എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ബാധ്യതയാണ്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബറു ആയാതിഹി. ഖുർആൻ എന്തിനാ ഇറക്കിയത്? ആചാരങ്ങളിലും ചടങ്ങുകളിലും കേവലം പ്രാർത്ഥനാ മന്ത്രങ്ങളാകാൻ ഇറക്കിയതല്ല. അതെന്തിനാ? ലിയദ്ദബറു ആയാതിഹി. അതിലെ വചനങ്ങളെക്കുറിച്ച് അവർ ഉറ്റാലോചിക്കണം, ആഴത്തിൽ ആലോചിക്കണം. അതിൽ ഓരോ കാര്യം കേൾക്കുമ്പോൾ നമ്മളും നമ്മുടെ ജീവിതം ഇങ്ങനെ തട്ടിച്ച് ചിന്തിച്ച് നോക്കിയിട്ട് പോകണം, പടച്ചോൻ ഇതിലൊക്കെ ഞാൻ എവിടെ നിൽക്കുന്നത് ചിന്തിക്കണമെങ്കിൽ ഇതിൻ്റെ അർത്ഥം അറിയണ്ടേ? അപ്പോൾ ആ അർത്ഥം അറിയണത് പഠിക്കണം. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ എളുപ്പമാണെന്ന് പറഞ്ഞത് എന്താ? നമ്മൾക്ക് ഉൾക്കൊള്ളാനുള്ള തൗഹീദും ആഖിറത്തും റിസാലത്തും ഒക്കെ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ മനസ്സിലാക്കാൻ എളുപ്പമാണ്. എന്നാൽ വേറെ ചില കാര്യങ്ങൾ പണ്ഡിതന്മാർക്കേ മനസ്സിലാവുള്ളൂ. അത് ഖുർആൻ തന്നെ പറഞ്ഞു, വമാ യഅലമു തഅ്വീലഹു ഇല്ലല്ലാഹ് വറാസിഖൂന ഫിൽ ഇൽമി. ചില കാര്യങ്ങളുടെ വ്യാഖ്യാനം പടച്ചോന് മാത്രമേ അറിയുള്ളൂ. അത് പടപ്പുകൾക്ക് വിട്ടുകൊടുത്തിട്ട് തന്നെയല്ല. ഗൈബിയായ കാര്യങ്ങൾ അത് നമുക്കറിയില്ല. സിറാത്ത് അതെങ്ങനെയാണ്, എൻ്റെ കോലം എന്താണ്, എൻ്റെ രൂപം എന്താണ്, അതിന് രൂപമുണ്ടോ എന്ന് ഉറപ്പാ. അതിനെപ്പറ്റി എന്താണോ വന്നത് അത് മാത്രമേ നമുക്കറിയുള്ളൂ. എന്നാൽ വേറെ ചില കാര്യങ്ങൾ എന്താണ്, അത് പണ്ഡിതന്മാർക്കേ ചിലപ്പോൾ മനസ്സിലാകുന്നുണ്ടാവുള്ളൂ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി അദ്ദേഹം ദുൽമുമായി വിശ്വാസത്തെ കൂട്ടിക്കലർത്തിയാൽ, ആ ദുൽമുമായി വിശ്വാസത്തെ കൂട്ടിക്കലർത്താത്തവനാണ് യഥാർത്ഥ വിശ്വാസി എന്ന് ഖുർആനിൽ ഒരു ആയത്തുണ്ട്. ഈ ദുൽമ എന്താ? ഈ ദുൽമ നമുക്ക് വേഗം അക്രമം എന്നാണ് ഓർമ്മ വരിക. ഇവിടുത്തെ ദുൽമ് അശ്ശിർക്കാണ്.
ശിർക്കുമായി വിശ്വാസത്തെ കൂട്ടി, അത് പണ്ഡിതന്മാർക്ക് അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ചാലേ അറിയുള്ളൂ. ആ ഒരു ബോധ്യം നമുക്ക് വേണം. അതുകൊണ്ട് നമ്മൾ അതിമ കയറിയിട്ട് ഖുറാനിൽ ആയത്തിൻ്റെ എടുക്കുക, എന്നിട്ട് പറയാ, പണ്ട് ഏതോ 2 തമാശ കഥാപാത്രങ്ങളെ പറ്റി പറയാറുണ്ട്. ഒന്ന് മുസ്ലിം സമൂഹത്തു നിന്നും ഒന്ന് ഹിന്ദു സമൂഹത്തു നിന്നും. നിങ്ങളെ ഖുറാനിൽ എല്ലാതും ഉണ്ടെന്ന ചക്കനെ കുറിച്ചുണ്ടോ ചോദിച്ചപ്പോൾ പറഞ്ഞു ലാഹിറുഹാമിൻ പിന്നെ ബാത്തുൻഹാം, അതിൻ്റെ പുറം എന്ന് പറയണത് എന്താണ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഉള്ളു എന്ന് പറയണത് എന്താണ് ഭയങ്കര രസമാണ്, ഈ അർത്ഥത്തിലുണ്ട്. അപ്പോൾ ചക്കൻ്റെ പുറത്ത് എന്താ മുള്ളുണ്ടല്ലോ, ഉള്ളിൽ മധുരം ഉണ്ടല്ലോ. ഇങ്ങനെ ഇതൊക്കെ ഖുറാനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തമാശയും കളിയും അവതരിപ്പിക്കുന്ന രീതികളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്താ അറിയോ, ശരീഅത്തിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ ഉണ്ടാകുക. ശരീഅത്തിന് മഖാസിദു ശരീഅ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ മഖാസിദു ശരീഅ? മഖാസിദു ശരീഅ 5 ശരിക്കും പഠിച്ചോളി. ഇതാണ് പഠിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ തിരിയും. മഖാസിദു ശരീഅ, ശരീഅത്തിൻ്റെ ലക്ഷ്യങ്ങൾ, അഥവാ ഇസ്ലാമിലെ 5 നിയമങ്ങൾ വന്നത്, ഫർള്, സുന്നത്ത്, കറാഹത്ത്, ഇങ്ങനെയുള്ള 5 നിയമങ്ങൾ വന്നത് ഈ 5 അടിസ്ഥാനത്തിലാണ്. ഏതാ? 1 മതം, മതത്തെ സംരക്ഷിക്കുക, ഹിഫ്ളുദ്ദീൻ. 2 ഹിഫ്ളുൻ നഫ്സ്, ജീവനെ സംരക്ഷിക്കുക. 3 ഹിഫ്ളുൽ അഖ്ൽ, ബുദ്ധിയെ സംരക്ഷിക്കുക. 4 ഹിഫ്ളുൽ മാൽ, സമ്പത്തിനെ സംരക്ഷിക്കുക. 5 ഹിഫ്ളുൻ നസ്ൽ, വംശത്തെ സംരക്ഷിക്കുക. ഇസ്ലാമിലെ നിയമങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ടുള്ളതാ. അബോർഷൻ പറ്റൂല പറഞ്ഞാൽ എന്തിനാ? അബോർഷൻ പറ്റൂല എന്ന് പറഞ്ഞത് 1 ഹിഫ്ളുൻ നഫ്സാണ്, ജനിക്കാനിരിക്കുന്ന കുട്ടിനെ സംരക്ഷിക്കുകയാണ്. 2 വംശ പരമ്പരനെ സംരക്ഷിക്കുകയാണ്, അല്ലേ? നിങ്ങൾ നോക്ക്, മദ്യപിക്കരുത് എന്ന് പറഞ്ഞാൽ എന്തിനാ? ഹിഫ്ളുൽ അഖ്ലാണ്, ബുദ്ധിയെ സംരക്ഷിക്കണീന. ഇസ്ലാമിലെ എല്ലാ നിയമങ്ങളും ഇതിലേക്ക് ചുരുക്കാൻ നമുക്ക് പറ്റും, അല്ലേ? മല്ലം യഫ്ഹം മഖാസിദ ശരീഅ വഖഅ ഫിൽ ബിദ്അ. ഒരാൾ ഇസ്ലാമിലെ ശരീഅത്തിന്റെ ഈ മഖാസിദുകളെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ആ വ്യക്തി എവിടെയാണ് വീഴുക? അയാൾ ബിദ്അത്തിൽ വീഴുന്നതാണ്. ഇപ്പോൾ ഉദാഹരണം പറയാം, ഒരാൾക്ക് നല്ല രോഗം, നമ്മളെ വല്യന്മാർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അത് വല്യമ്മ വെയ്യാതെയായി ഒരു പോങ്ങ ഗുളികയും കൊണ്ടിരിക്കുമ്പോൾ നോമ്പ് നോറ്റിട്ടില്ലെങ്കിലാ കൂലിട്ടുക. അതാ മഖാസിദ് ശരിയാ പറയണ. ആ അമ്മാന്റെ ജീവൻ സംരക്ഷിക്കലാണ് അവിടുത്തെ കാര്യം. എന്നിട്ട് എന്താ അമ്മ ചെയ്യേണ്ടത്? ആ ഉമ്മ അതിനുള്ള മുദ്ദു കൊടുക്കണം, അതാ വേണ്ടത്, അല്ലേ? അതല്ലെങ്കിൽ എന്താണ്, ഒരു സ്ത്രീ കുട്ടിക്ക് പാല് കൊടുക്കുന്ന സമയമാണ്. അപ്പൊ പാല് കൊടുക്കുന്ന സമയത്ത് കുട്ടിക്ക് ദോഷം വരുമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? നോമ്പ് എടുക്കാതിരിക്കാം. പക്ഷെ ആ നോമ്പ് അവർ നോറ്റ് വീട്ടണം. അപ്പൊ ഈ മസലനെ എന്താണ്, ഒരാള് അത് ഉമ്മാന്റെ മാതിരി തന്നെ ചെയ്താൽ മതിച്ച് ഒരാളെ വകയെ, അത് മഖാസിദ് ശരിയ റേറ്റാണ്. ഇവിടെ ആ ഉമ്മാക്ക്, ഈ സ്ത്രീക്ക് ശാരീരിക പ്രശ്നം ഉണ്ടാകും, അവരുടെ ജീവന ഭീഷണിയാണ് എങ്കിലൊക്കെ, ഇല്ലെങ്കിൽ നോറ്റ് വിട്ടണം. അപ്പൊ ഈ സൂക്ഷ്മ തലങ്ങൾ നമ്മൾ ഒറ്റക്കൺ തീരുമാനിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതല്ല. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അസ്ലാണത്. അള്ളാഹു നിങ്ങളെ കൊണ്ട് ഖൈർ, പിന്നെന്താണ്, എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, ബുദ്ധിമുട്ട് ഉദ്ദേശിക്കണില്ല. അതുകൊണ്ടാണ് യാത്രയിലെ നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കഷ്ടപ്പെട്ട് നോമ്പെടുക്കണ മനുഷ്യന്മാരെ കണ്ടപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ലൈസൽ ബിർറു അസ്സിയാമു ഫിസ് സഫർ. യാത്രക്കാരനായിരിക്കെ നോമ്പെടുക്കൽ പുണ്യമല്ല. അത് അവരോട് പറഞ്ഞു. എന്നാലോ പ്രവാചകൻ തന്നെ യാത്രയിൽ നോമ്പെടുത്തു എന്ന് പറഞ്ഞാൽ എന്താ? നോമ്പുകാരനായിരിക്കെ ഭയങ്കര ശാരീരിക ക്ഷീണവും വിഷമവും പ്രയാസവും ഒന്നും ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടെങ്കിൽ നോമ്പെടുക്കാന്നാണ് എൻ്റെ അർത്ഥം, അല്ലേ? ഒരാളോട് പ്രവാചകൻ പറഞ്ഞു, നിന്റെ ഭാര്യയെ നീ ചുംബിക്കാൻ പാടില്ല, വേറൊരാളോട് ചുംബിക്കാനും പറഞ്ഞു. ഇതിപ്പം എന്താ നബി വൈരുദ്ധ്യം പറയണത്? ഫത്വ കൊടുക്കുന്നത് ആ വ്യക്തിക്ക് അനുസൃതമായിട്ടാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? കാര്യങ്ങൾ എടുക്കേണ്ടത്. സുദീഖ്റുല്ലാന്റെ വസ്ത്രം നിലത്ത് വീണ ഒരു സംഭവമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നെരിയാണിയുടെ തൊട്ടുമേലെ വരെ മാത്രമേ പരമാവധി വസ്ത്രം പോകാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. മുട്ടിൻ്റെയും കാലിൻ്റെയും മധ്യത്തിലായിട്ട് വരണം എന്ന് നിർദ്ദേശിച്ചതുണ്ട്. അപ്പൊ ഒരാള് സുദീഖ്റുല്ലാന് നിലത്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ നിലത്തഴയട്ടെ. അത് ആർക്ക് പറഞ്ഞതാ? അശ്രദ്ധമായി അറിയാതെ എപ്പോഴയോ വസ്ത്രം നിലത്ത് വീണ ഒരാളോട് അയാൾക്ക് കിട്ടുന്ന ആഫുവാണത്. അതല്ലാതെ നിലത്ത് വസ്ത്രം വലിച്ചടക്കാനുള്ള മസാല അല്ല അത്. ഒരാള് കുറച്ച് നല്ലോണം പൊക്കിയിട്ട് മുട്ടുകാലിൻ്റെ പിന്നെ താഴെയിട്ട് കുറച്ചായിട്ട് അദ്ദേഹം വസ്ത്രം ധരിച്ചു. അയാളെ മേലേറെ നമ്മൾ പോണ്ട. ഇവിടെ എന്തൊക്കെ വസ്ത്രങ്ങൾ ഓരോരുത്തർ ഇടുന്നുണ്ട്. ഇവിടെ ട്രൗസർ ഇട്ട് മാളിൽ പോണില്ലേ? അത് പറ്റും. എന്നാലോ മുട്ടിൻ്റെ താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനിസ്കർട്ട് എന്നാണ് വിമർശകർ പറയാം. അങ്ങനെ വസ്ത്രം ധരിക്കണവരെ കുറിച്ചിട്ടേ ചില മാസികകളൊക്കെ എഴുതിയ വാചകമാണ് ഞാൻ പറയണത്. ഇത് റസൂലുള്ളാഹി പഠിപ്പിച്ച അസലാണ്. 48 ഹദീസ് ഉണ്ട്. അതെന്തിനാ പഠിച്ചോൻ അങ്ങനെ തന്നത്? നമ്മളെ തലച്ചോറുമായിട്ട് അത്ര പെട്ടെന്ന് കണക്ട് ആകാത്ത ചിലത് തരുന്ന എന്തിനാ അറിയോ? നമ്മൾ എന്താ ചെയ്യാൻ നോക്കാൻ. ഈ സൗകര്യമൊക്കെ ചെയ്തു തന്നിട്ട് നീ എന്ത് ചെയ്യും നോക്കാനാണ്. ആ ഭയം നമ്മുടെ ഉള്ളിൽ നന്നായിട്ടുണ്ടാവണം. അപ്പൊ സഹോദരങ്ങളെ, ഈ അർത്ഥത്തിൽ നമ്മൾ കാര്യങ്ങളെ കാണണം. ഞമ്മക്കറിയണ ആയത്തിൻ്റെ ഹദീസിൻ്റെ മുറിക്കഷ്ണം കൊണ്ട് മസല പറയണ സ്വഭാവം ഉണ്ടാകരുത്. അതാണ് 2. ഇനി 3 ബുദ്ധി കൊണ്ടുള്ള അമിതമായ ഇടപെടലാണ്. ഇപ്പൊ ഹുഫ തടവുമ്പോൾ ഇസ്ലാം പഠിപ്പിച്ചു. ഹുഫ തടവേണ്ടത്, ഇപ്പൊ ഷോക്സ് തടവേണ്ടത് എവിടെ? ഷോക്സിന്റെ അടിയല്ല, മേൽഭാഗം. ഷോക്സിന്റെ മേൽഭാഗം നിങ്ങൾ രാവിലെ ഒളു ചെയ്ത് ശരിക്ക് വൃത്തിക്ക് കാലും കൈയൊക്കെ വൃത്തിയാക്കി ഒളു ചെയ്ത് ഷോക്സ് ഇട്ടാൽ പിന്നെ ഓരോ വക്തിനും ഷോക്സ് ഊരി കാല് കഴുകണമെന്നില്ല.
അയാള് ഹുഫ തടവേ മതി. അതാണ് ഇസ്ലാം എളുപ്പമാക്കി തന്നു. ഇസ്ലാം ശരിക്കും ഭയങ്കര സിമ്പിളാണ്. ഇസ്ലാമിൽ ഒന്നും ബുദ്ധിമുട്ടില്ല. നമ്മുടെ മനസ്സിൻ്റെതാണ് പ്രശ്നം. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഇസ്ലാമിൽ കഴിക്കാൻ പറ്റാത്തത് എന്താ? വളരെ കുറച്ച് സാധനങ്ങൾ. കള്ള് പറ്റൂല, ആരാൻ്റെത് കട്ടത് പറ്റൂല, അല്ലേ? ബാക്കി എന്നുകൂടെ നന്നാരി സോഡ മുതൽ അങ്ങോട്ട് എന്തും കുടിക്കാം, അല്ലേ? കള്ള് പക്ഷെ പറ്റൂല. തിന്നാൻ പറ്റാത്തത് എന്താ? പന്നിമാംസം, അതേപോലെ നഖവും ഇതൊക്കെ ഉള്ള ഇത്തരം ചില സാധനങ്ങൾ. ബാക്കിയൊക്കെ കഴിക്കാം, എല്ലാതും കഴിക്കാം. ഇസ്ലാം ഒരു നിയന്ത്രണങ്ങളുടെ വട്ടത്തിലിട്ടതല്ലേ നമ്മളെ ശരീരത്തിനും നമ്മളെ ബുദ്ധിക്കും നമ്മുടെ മനസ്സിനും. ഞാൻ നേരത്തെ പറഞ്ഞ മഖാസുദ് ശരീഅക്ക് വിരുദ്ധമായി വരുന്ന കാര്യത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ. അതുകൊണ്ട് തന്നെ ഇന്നേ വരെ ഇസ്ലാം ഹറാമായൊരു കാര്യം ലോകത്തിന് ഗുണമാണെന്ന് തെളിഞ്ഞിട്ടില്ലല്ലോ. ഒരു സയൻസും ഒരു ലാബും ഇല്ലാത്ത കാലത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ പറയുന്നത്. അപ്പം അതൊക്കെ ഓർക്കുമ്പോഴാണ് ഉള്ളിൽ നിന്ന് അറിയാതെ അനമിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണെന്ന് ഇങ്ങനെ മനസ്സുകൊണ്ട് ആസ്വദിച്ച് സന്തോഷിച്ച് നമുക്ക് പറയാൻ പറ്റുക. അൽഹംദുലില്ലാ, ഞാനൊരു മുസ്ലിമായി ജനിച്ചല്ലോ എന്ന് അപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുക. അതുകൊണ്ട് തന്നെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകം കൂടി നമ്മൾ ചേർത്ത് വെക്കണം. ലൗകാന ദീനു ബിർറഈ ലകാന അസ്ഫലുൽ ഖുഫി ഔലാ ബിൽ മസ്ഹി മിൻ അലാഹു. ലൗകാന ദീനു ബിർറഈ, ഓരോരുത്തരുടെ അഭിപ്രായം അനുസരിച്ചാണ് ദീന് പോകേണ്ടതെങ്കിൽ ലകാന അസ്ഫലുൽ ഖുഫി, ഖുഫന്റെ അടിഭാഗം തടവുന്നതായിരുന്നു ഔലാ ബിൽ മസ്ഹി മിൻ അലാഹു, മുകൾ ഭാഗം തടവുന്നതിനേക്കാൾ നല്ലത്. പക്ഷേ പ്രവാചകൻ കാണിച്ചത് എന്താണ്? ഖുഫയുടെ ഷോക്സിന്റെ മുകൾ ഭാഗം തടവുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളെ ആ അർത്ഥത്തിൽ എടുക്കുക. മനുഷ്യബുദ്ധി പരിമിതമാണെന്ന് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ബുദ്ധിക്ക് ശരിയായി തോന്നുന്നത് മാത്രം സ്വീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. തെളിവുകളുള്ള കാര്യങ്ങളെ ലോജിക്കില്ല എന്ന പേരിൽ നിരസിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകും. ഇത് കാലത്തിന് ചേരുന്നതല്ല എന്നുള്ള ചിന്ത ഭയങ്കര വലുതായിട്ടുണ്ടാകും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിലുണ്ട്, ഈച്ച വെള്ളത്തിൽ വീണാൽ അത് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ചിറക് വീണാൽ മറ്റേ ചിറക് മുക്കണമെന്ന്. ഇതിനെ ഈച്ച ജ്യൂസ് എന്ന് പറഞ്ഞ് പരിഹസിച്ച വലിയ ഇൽമുള്ള മഹാ വ്യക്തികളുണ്ട്. ഞാൻ അവരുടെ ഇൽമിൻ്റെ ആഴത്തെയൊന്നും വിലയിരുത്താനോ വിമർശിക്കാനോ ഒന്നും പോണില്ല. പക്ഷെ ഓർക്ക് ഒരുപാട് ഇൽമുണ്ട് എന്നുള്ളതുകൊണ്ട് ഒരു മണ്ടത്തരം പറഞ്ഞാൽ, ദീനി വിരുദ്ധത പറഞ്ഞാൽ അത് സ്വീകരിക്കണം എന്നില്ല. അതാ വിഷയം. ഇന്നിപ്പോൾ നിങ്ങൾ ഫ്ലൈ ആൻഡ് ഹദീസ് എന്ന് വെറുതെ സെർച്ച് കൊടുത്തു നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈച്ചൻ്റെ 2 ചിറകുകളും മൈക്രോസ്കോപ്പിക് ക്യാമറകൾ വെച്ച് പകർത്തി. ഒന്നിൽ റസൂലുള്ളാഹി പറഞ്ഞു, ഒന്നിൽ രോഗമുണ്ട്, മറ്റിൽ ശിഫയുണ്ട്. ഒന്നിൽ നിങ്ങൾക്ക് രോഗാണുവിനെ കാണാം, മറ്റേത് ഭയങ്കര പ്യുവറായിട്ടും കാണാം. മെഡിക്കൽ സ്റ്റഡീസ് വന്നിട്ടുണ്ട് ഈ വിഷയത്തിലൊക്കെ. അപ്പോൾ ഒരു മരുഭൂമി കൂടെ പോവാണ്, ആകെ കുറച്ച് വെള്ളമുള്ളൂ, അതിൽ ഈച്ചണ്ട് എന്നിട്ട് വെള്ളം ഒഴിച്ചാൽ എന്താ സംഭവിക്കുക? വെള്ളം കിട്ടൂല. അവിടെയാണ് പ്രവാചകൻ പരിഹാരം പറഞ്ഞെടുത്ത്, നിങ്ങൾ മറ്റേ ചിറകും കൂടി മുക്കണം. അപ്പം അതിലെ രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള കാര്യം അള്ളാഹു തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം അത് റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണുമ്പോൾ സ്വീകരിക്കാൻ ബുദ്ധിമുട്ട്. എന്നാലോ ഏതോ ഒരു സയന്റിസ്റ്റ് കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഓക്കെ. അപ്പം അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? മുഹമ്മദ് റസൂലുള്ളാഹി പ്രവാചകനാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? സപ്പോർട്ടിങ് എവിഡൻസ് ഏതെങ്കിലും ശാസ്ത്രത്തിൽ നിന്ന് കിട്ടിയാലേ സ്വീകരിക്കുള്ളൂ എന്നാ? അല്ല. വിശ്വാസം എന്ന് പറയുന്നത് 100% അതിന് അടിയറവ് വെക്കൽ തന്നെയാണ് എന്ന് നമുക്ക് തീർച്ചയായും മനസ്സിലാക്കാൻ സാധിക്കണം എന്നാണ് ഈ കാര്യത്തെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു നമ്മിലൊന്ന് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകരുമായ റബ്ബിനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. 4-മത്തെ ഒരു കാര്യം, പലപ്പോഴും ദീനിൽ നിന്ന് തെറിച്ചു പോണ 4-മത്തെ ഒരു കാര്യം, നമ്മുടെ ഇച്ഛകൾക്കനുസരിച്ച് ചെയ്യുക. ഒരാൾക്കിപ്പോൾ പലിശ വഴി ഒരു ലാഭം കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അയാൾ പറയാണ്, ഇന്നത്തെ കാലത്ത് ഇതൊക്കെ സാധാരണമാണ്, ഏതെങ്കിലും ഉണ്ടോ പലിശ ഇല്ലാത്ത എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക. അപ്പോൾ അതെന്താണ്? അയാളുടെ ഇച്ഛകൾക്കനുസരിച്ച് അയാൾ മുന്നോട്ട് പോവുകയാണ്. വലാ തത്തബിൽ ഹവ ഫയുദില്ലുക അൻ സബീലില്ലാ, നീ ഹവയെ പിൻപറ്റരുത്, അത് നിന്നെ വഴിതെറ്റിക്കും. അഫ്റഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവ, ഇച്ഛകളെ ദൈവമാക്കിയവനെ നീ കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങളൊരാളും വിശ്വാസിയാവുകയില്ല ഹത്ത യകൂനു ഹവാഉ തബഅൻ ലിമാ ജഅതു ബിഹി, അവൻ്റെ ഇച്ഛകൾ ഞാൻ കൊണ്ടുവന്ന ആശയധാരകൾക്ക് അനുസരിച്ചാകുന്നതുവരെ ഒരിക്കലും ഒരാളുടെ ഒരാളുടെ വിശ്വാസം ശരിയാവുകയില്ല എന്നാണ്. ഇങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ഒരാഴ്ചയിൽ പഠിക്കാം. ഞാൻ ഇന്ന് പറഞ്ഞതിൻ്റെ ഒരു സെൻസ് നിങ്ങൾക്ക് കിട്ടിയോന്ന് എനിക്കറിയില്ല. ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവർക്കും വരാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്, നമ്മൾ എടുക്കുന്ന സമീപനങ്ങൾക്ക് അനുസൃതമായ തെളിവുകളുണ്ടോ നമ്മൾ പരിശോധിക്കണം. പരിശോധിക്കാതെ ഒരു കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലോ ഏകദേശം ഒരു ഒപ്പിക്കലിൻ്റെ അടിസ്ഥാനത്തിലോ എവിടുന്ന് കേട്ടീൻ്റെ അടിസ്ഥാനത്തിലോ എടുക്കരുത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വമ്പിച്ച അബദ്ധ വിശ്വാസങ്ങൾ നമ്മളെ മനസ്സിൽ കുടുങ്ങിയിട്ടുണ്ട്. അതിനാണ് ഞാൻ പറഞ്ഞത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച കാലത്തും പ്രവാചകൻ്റെ തൊട്ട് ശേഷവും ഒക്കെ ജീവിച്ച സമൂഹത്തിൽ പോലും ഇങ്ങനെ വന്നിട്ടുണ്ട് എന്ന് തുടങ്ങി വെച്ചത് അതുകൊണ്ടാണ്.
അപ്പോൾ പലപ്പോഴും ഉള്ള പ്രശ്നം, നമ്മൾ പഠിച്ചാൽ അതൊക്കെ പഠിയോ, ഇതൊക്കെ നമ്മൾ പഠിച്ചാൽ നമ്മളടുത്തേക്ക് എത്തുമോ എന്നുള്ളതൊക്കെയാണ് അല്ലേ. നമുക്ക് നിങ്ങൾ ലോകത്ത് 10,000-കണക്കിന് ആളുകൾ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ സാധാരണ പറയാറുണ്ട്, ഈ ഗൂഗിൾ ഇമേജ് എടുക്കുക. ഗൂഗിൾ ഇമേജ് എടുത്തിട്ട് ഇസ്ലാം ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗോയിങ് റിലീജിയൻ എന്ന് വെറുതെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ലോകത്തെ പ്രമുഖ മതങ്ങൾക്കിടയിലെ വിശ്വാസ സ്വീകരണങ്ങളുടെ ആ ഒരു തലം കിട്ടും, നമുക്ക് ആ ഒരു എണ്ണ വ്യത്യാസം കിട്ടും. ഇസ്ലാം എത്രയോ മുന്നിൽ അതിവേഗം പോവുക. ആരാപ്പത്? ഏതെങ്കിലും രാജാവിൻ്റെ സപ്പോർട്ടുണ്ടോ? ഏതെങ്കിലും സൈന്യത്തിൻ്റെ സപ്പോർട്ടുണ്ടോ? ആരെങ്കിലും സപ്പോർട്ടുണ്ടോ? പടച്ചോൻ ആരും സപ്പോർട്ട് ആവശ്യമല്ല. പടച്ചോനൊരു കാര്യം ലോകത്തെ കേൾപ്പിക്കണം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിപ്പോൾ ഏറ്റവും അവസാനം ഖത്തറിൽ കഴിഞ്ഞ് നടന്ന വേൾഡ് കപ്പിൽ എന്താ സംഭവിച്ചത്? ലോകം മുഴുവൻ അതിലേക്ക് ഇങ്ങനെ, പ്രത്യേകിച്ച് യങ് ജനറേഷൻ ഇങ്ങനെ ഉദ്ഘാടന വേദിയിലേക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിഫ്താഹ് അൽ ഗാനിം എന്ന് പറയണേ 90% ഡിസേബിലിറ്റി ഉള്ള കുട്ടി സ്ക്രീനിൽ തെളിയുന്നു. പിന്നെ ഏതോ ഒരു കറുത്ത വർഗത്തിൽപ്പെട്ട ഒരു ആളെ പേരിൻ്റെ ഓർമ്മയിലില്ല, ഒരു ഡയറക്ടറും രണ്ടുപേരും ഇങ്ങനെ വരുന്നു. അവരെ മേലൊരു കോൺവെർസേഷനാണ്. ആ കോൺവെർസേഷനിൽ സൂറത്ത് ഹുജറാത്തിലെ മനോഹരമായ യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഉബൻ വഖബായില ലിതഅറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. ഓ ജനങ്ങളെ, നിങ്ങളെ നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചതാണ്. നിങ്ങളെ ഗോത്രങ്ങളും ഉപഗോത്രങ്ങളും സമൂഹങ്ങളും ഒക്കെ ആക്കി മാറ്റിയത് തിരിച്ചറിയാൻ വേണ്ടിയാണ്. എല്ലാവർക്കും ഒരു വീട്ടഡ്രസ്സ്, എല്ലാവർക്കും ഒരു നാട്ടുപേര്, എല്ലാവർക്കും ഒരു കോലം. ആരാരെ തിരിച്ചറിയാം? സ്വന്തം ഭാര്യനെ പോലും ഒരാൾക്ക് തിരിച്ചറിയാൻ പറ്റുമോ? ആ ഒരു അവസ്ഥകളൊന്നും ആലോചിച്ചോ കണി. ലോകത്തിനൊത്ത് ആൽഷിമേശ് വന്ന അവസ്ഥയായിരിക്കും. അപ്പൊ കോലം മാറ്റിയത്, രൂപം മാറ്റിയത്, നിറം മാറ്റിയത്, നാടുകൾ വേറെ ആക്കിയതൊക്കെ വലിയ നിങ്ങൾക്ക് പഠിച്ചു ചെയ്യുന്ന സേവനാണ്. പിന്നെ നിങ്ങളെ കൂട്ടത്തിൽ ആരാ നല്ലൊരു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. നിങ്ങളിൽ വലിയ പൈസ ഉള്ളവരോ അല്ലെങ്കിൽ വലിയ ചുരുക്കുള്ളവരൊന്നും അല്ല. ആർക്കാണോ തഖ്വ അവർക്കാണെന്നാണ് ഈ ആയത്ത് ലോകം മൊത്തം കേട്ടില്ലേ. ബില്യണാൻ പടച്ചോൻ അത്രേ പണിയുള്ളൂ. അമേരിക്കയിലൊരു മുതലാളിക്ക് ഈ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണ കാലത്ത് അദ്ദേഹം ഇസ്ലാമായി. അദ്ദേഹം ആദ്യം ചെയ്തത് എന്താ അറിയോ? കമ്പനിൻ്റെ പരസ്യം കൊടുക്കാൻ വേണ്ടി പർച്ചേസ് ചെയ്തിരുന്ന ടണലിൽ ഭൂമിൻ്റെ അടിയിൽ കൂടെ ഉള്ള അതിൻ്റെ ചുമര് ആളുകൾ ഇങ്ങനെ കണ്ടുപോകാൻ വേണ്ടി അവിടെ ഒരു വെബ്സൈറ്റ്, ഇസ്ലാമിനെ വിശദീകരിക്കാൻ വേണ്ടിയുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അഡ്രസ്സ് അവിടെ എഴുതി വെച്ചു. 1000-കണക്കിന് ആളുകളാണ് അതുവഴി ഇസ്ലാമിലേക്ക് എത്തിയത്. നമ്മളാരും ആവശ്യമല്ല പടച്ചോന് ഇസ്ലാമൊക്കെ എത്താൻ. നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മളിതൊക്കെ ഉൾക്കൊണ്ട് പഠിച്ച് ഇനിയുള്ള കാലത്ത് ഞാൻ മുസ്ലിമാണെന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ള കാലമാണ്. നമ്മളെ ഭരണഘടന അതിന് വിരുദ്ധമല്ലല്ലോ, ആണോ? നമ്മളെ ഭരണഘടന ഐ ആം എ മുസ്ലിം അല്ലേ, ഐ ആം എ മുസ്ലിം എന്ന് പറയാൻ പറ്റുന്ന 100% നമുക്ക് അംഗീകാരം തരുന്നതാണെങ്കിൽ മനുഷ്യ സൗഹാർദ്ദത്തിനു വേണ്ടി ഇവിടെയെല്ലാം പണിപ്പെട്ട് ചെയ്യുകയും സ്വന്തം മതത്തെയും വിശ്വാസത്തെയും ആത്മാഭിമാനത്തോടെ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോഴാണ് അതിൻ്റെ അന്തസത്തക്കനുസരിച്ച് നമ്മൾ മാറുന്നത് എന്നാണ് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കും.